ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും കേരളത്തിലെ തെരുവുകൾ സംഘർഷഭരിതം. തിരുവനന്തപുരത്തും കണ്ണൂരും യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. വയനാട്ടിലും പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. എറണാകുളം അങ്കമാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വി.എൻ. വാസവന് നേരെ കരിങ്കൊടി കാണിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. പ്രതിഷേധത്തിനിടെ മന്ത്രി വി.എൻ. വാസവന്റെ വാഹനം 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ദേഹത്തിടിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സോണി പന്നന്താനം, വിപിൻ എന്നിവരുടെ ദേഹത്താണ് വാഹനം തട്ടിയത്. പാലക്കാട് DMO ഓഫീസിലേക്ക് ശവമഞ്ചവുമായി BJP പ്രവർത്തകർ പ്രതിഷേധം നടത്തി. പോലീസിന്റെ കണ്ണ് വെട്ടിച്ചാണ് പ്രവർത്തകർ എത്തിയത്. MG പ്രദേശ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്, റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതുപോലെ അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം റാഫി കരീമിലേക്കാണ്. റാഫിയിലേക്ക് എത്താം. അതിനു മുമ്പ് MG പ്രദേശിലേക്ക് പോവുകയാണ്. MG പ്രദേശ്, വലിയ പ്രതിഷേധത്തിന് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചു. ഒരു തെരുവ് യുദ്ധത്തിന് സമാനമായ കാഴ്ചകൾ തലസ്ഥാനത്ത് നിന്ന് കണ്ടു. ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അതിൽ കാണാൻ കഴിഞ്ഞത് എന്ത് പ്രതീക്ഷ? റിജിത്ത്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് അതിശക്തമായ സമരവും പ്രക്ഷോഭവുമാണ് തലസ്ഥാന ജില്ലയിലുള്ളത്. ഇന്നലത്തെ ദിവസത്തേന് സമാനമായ സമരപരിപാടികളായിരുന്നു ഇന്നും തലസ്ഥാന ജില്ലയിൽ അരങ്ങേറിയത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് ഇന്ന് നടന്നത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസ് പലതവണ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ജലപീരങ്കി പ്രയോഗിച്ചു. ഒടുവിൽ ജലപീരങ്കിയിൽ നിന്ന് വെള്ളം തീർന്നു പോകുന്ന സാഹചര്യം വരെ എത്തി. പിന്നീട് ഒരു സംഘർഷ സമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് തൊട്ട് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞെങ്കിലും ഇതിന് സമീപമുള്ള പോലീസ് ട്രെയിനിങ് കോളേജിന്റെ മതിൽ തുറന്ന് മതിൽ ചാടി ആരോഗ്യമന്ത്രിയുടെ വീടിന് തൊട്ട് മുന്നിൽ വരെ കോൺഗ്രസ് പ്രവർത്തകർ എത്തി. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരുപാട് സമയം വാക്കുതർക്കവും കയ്യാങ്കളിയും വരെ എത്തിയിരുന്നു. പിന്നീട് ഈ മതിൽ ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. വലിയ പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉണ്ടായി. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ പോലീസിന് പിന്തിരിപ്പിക്കാനായിട്ടുള്ളത്. നിലവിൽ ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഇനിയും തുടരുമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികൾ തുടരാൻ തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും തീരുമാനം. MG പ്രദേശ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയാണ്.